മതി അല്ലെ ചേച്ചി പറയണതൊന്നും കേൾക്കൂല. ഞാൻ പിടിച്ചുതരാം. യെസ്, ഇനി പറയൂ. വെൽക്കം വെൽക്കം. താങ്ക് യു. എന്താ പറയണു? സുഖം. ഇതാണ് നമ്മുടെ സ്വന്തം ദിവ്യ ചേച്ചി. ദിവ്യ ചേച്ചിനെ ആരുടെ അടുത്തും പ്രത്യേകം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വളരെയധികം നന്നായിട്ട് അറിയാം ആരാണ് ദിവ്യ, എന്താണ് ദിവ്യ, എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ദിവ്യ ചേച്ചി നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു വീട് നമുക്കിനി ഒന്ന് കാണാം. വരൂ. ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്താൻ. അതാണ് ഓസ്കാർ. എത്ര നാളായി, എത്ര വയസ്സായി? 3 വയസ്സാവണു. ഓക്കെ, ചേച്ചിയുടെ കൂടെ അപ്പം ആദ്യം മുതലേ ഉണ്ട്. 40 days മുതല് ഉണ്ടല്ലേ? ഓക്കെ. ഒരാളേ ഉള്ളോ? ഒരാള് മോജോ ഉണ്ട്, ഹസ്കി. ആളെ പെരുമ്പാവൂരിലൊരു വീട്ടില് അവിടെ ആക്കിയേക്കാണോ? ഞങ്ങള് ചെന്നൈയിലോട്ട് പോയപ്പോ അവരവിടെ ആക്കിയേക്കും. ചെന്നൈയിലേക്ക് പോയോ? ആ വിശേഷമൊക്കെ നമുക്ക് ചോദിക്കട്ടെ അതിനിടയിൽ. വാ, നമുക്ക് വീട് കാണാം. ഇത് കണ്ടോ, മാധവം. എന്താ ചേച്ചി മാധവം? മാധവം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു അർത്ഥമുണ്ട് മാധവൻ എന്നുള്ളതിന്. അപ്പം മൂത്ത ആൾക്ക് മാധവന് പേരിടണം എന്നുണ്ടായിരുന്നു. അപ്പം അതിനെ റിലേറ്റ് ചെയ്ത് ഫസ്റ്റ് മാധവൻ ഉണ്ടായപ്പോ വാങ്ങിയതാ ഈ വീട്. അതുകൊണ്ട് മാധവൻ. അപ്പൊ ഇളയാളുടെ പേരെന്താ? മഹാദേവ്. അപ്പൊ അദ്ദേഹത്തിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലേ? വേറെ വീട് വെക്കണം മഹാദേവം എന്നെല്ലാം പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് മാറ്റാൻ? വീട് കണ്ടോളൂ. ആയി നല്ല കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ചേച്ചിയുടെ തന്നെ കളക്ഷൻസ് ആണോ? ഇത് ശരിക്കും കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ പോകുമ്പോ കാണുന്ന ഓരോ സാധനങ്ങളും. ആയി കൊറേ ഉണ്ട്. ഇവിടെയും കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായി. നല്ല പെയിന്റിങ് ഇതും. അതെ, മധുചേട്ടന് ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെയിന്റിങ്സ്. എവിടെ മധുചേട്ടൻ എന്നിട്ട്? വിളിക്കാം. ഉണ്ടോ? ഉള്ളിലുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം, മധുചേട്ടനും കാണാം. ഇങ്ങോട്ടാണോ? ചേച്ചി വരാം. എന്റെ അമ്മ, ഈ വീട്ടില് നിറയെ സാധനങ്ങളാണല്ലോ. നിറയെ ഫോട്ടോസ്, നിറയെ ഐറ്റംസ്. ഇതൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറയുന്നതിന് ഭയങ്കര പണിയല്ലേ? കുറച്ച് കഷ്ടപ്പാടാണ്. കുറച്ചൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് വലിയ കഷ്ടപ്പാടാ. രാവിലെ തൊട്ട് എന്നും ഒരേ ജോലി. ഇത് ചേച്ചിക്ക് ഹെൽപ്പിന് ആളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് മതിച്ചേട്ടൻ കൂടെ വിളിക്കൂ. മതിച്ചേട്ടാ ഫസ്റ്റ് ഹലോ. ഇത് വെച്ചിട്ട് സംസാരിക്കാം. സുഖം നന്നായിരിക്കണോ? നല്ല ഭംഗിയുള്ള വീട് മനുഷ്യേട്ടാ. ഇത്രയും കണ്ടപ്പോ തന്നെ ഇത്രയും ഭംഗി. ഇനി ഉള്ളിലേക്കൊക്കെ കാണണം, അപ്പോഴേ അറിയുള്ളൂ. അതെല്ലാം ദിവ്യയുടെ കൈവരുന്നാണ് എല്ലായിടത്തും. അപ്പൊ ചേച്ചിയുടെ വകയാണ് കംപ്ലീറ്റ് കളക്ഷൻസും കാര്യങ്ങളും ഈ വീട് വെക്കുന്നതും. ഇതെല്ലാം ഇനി അങ്ങോട്ടും കൂടെ കൂടുതലും പോമോ? തീർച്ചയായിട്ടും. ഈ ആന്റിക് പീസസിനോട് അങ്ങനെ എന്തൊക്കെ നോക്കിയത്, എത്ര സാധനങ്ങളാണ്. ഇവിടെ ഒന്നും ഒതുങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. മുള്ളുണ്ട് കുറച്ച്. ഇതിപ്പോ അവസാനം കിട്ടിയൊരു കുറച്ചു ദിവസം മുമ്പ് കിട്ടിയ ഒരു അവാർഡാണ്. ഇതിലുള്ളതെല്ലാം തന്നെ അവാർഡ്സ് ആണ്. ചായ റെഡി. വന്നപ്പോഴേ ചായയൊക്കെ റെഡി ആയത്. താങ്ക് യു. ഇതൊക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇഷ്ടത്തിന് അങ്ങനെയൊന്നും വെച്ചിരിക്കണമെന്നല്ല. രണ്ടു പേർക്കും പെറ്റ്സിനെ വലിയ ഇഷ്ടമാണ്. ഇഷ്ടം പോലെ പെറ്റ്സ് ഇങ്ങനെ വന്നു പോയി ഇരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ അക്വേറിയം ഇവിടെ ഇരിക്കുന്നത്. എത്ര നാളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്? ഇതിപ്പോ 10-11 years. അതിനു മുമ്പ് വേറെ ആയിരുന്നു. അതിനു മുമ്പ് ആ കോർണറിലുണ്ടായിരുന്നു ഒരു മറ്റേ മറൈൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് അക്വേറിയം. ആമസോൺ ഇതുപോലെ അതുപോലെ ടോർട്ടോയ്സ് ഇതൊക്കെ ഉണ്ട്. അത് ഇടാൻ പാടില്ലായിരുന്നു അറിയില്ലായിരുന്നു. അപ്പൊ അവര് കൊണ്ട് ഇട്ടു. അതിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കും. അത് നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും അത് കട്ടിലിന്റെ ചോട്ടിലും അവിടെ ഒക്കെ ആയിട്ട് പോകും. അതിന് മുകളിൽ നിന്ന് കയറി ചാടി ചിലതൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കരയിലേക്ക് ചാടിയാലോ അതുകൊണ്ട് നിങ്ങൾ അത് മാറ്റി ഇങ്ങനെ ആക്കി വെച്ചു. ആമയെ വളർത്താൻ പാടില്ല. അതെ, പിന്നെ അങ്ങനെ ഒരു റൂള് വന്നല്ലോ. അങ്ങനെ ചെയ്യാം. പണ്ടെല്ലാരും റൂളല്ല, ആ ആമയെ നമുക്ക് വളർത്താം. പക്ഷെ അത് ആമസോൺ ഇതിൽ ഉള്ള ആമയാണത്. ഒരു പച്ച കളർ ആമ. അത് ഹസാർഡാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വന്നിരുന്നു.
അങ്ങനെ ഇവിടെ ഒരാൾ വന്നിട്ട് അതിനെ കൊണ്ടുപോകുന്ന ഒരാളുണ്ട്, അയാൾ വന്ന് കൊണ്ടുപോയി. അത് മറ്റുള്ള ജീവികൾക്ക് ദോഷമാണെന്ന് ഇവിടത്തെ. ഇപ്പൊ നമ്മളത് പുറത്ത് അഴിച്ചു വിട്ടാലും വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടാലും ഒക്കെ ഇവിടെയുള്ള മറ്റുള്ള ജീവികൾ നമ്മുടെ ഇവിടത്തേക്ക് സെറ്റ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ. ഓ, അതുകൊണ്ട് മനുഷ്യന് ഇഷ്ടമാണ് ഇങ്ങനത്തെ പെറ്റ്സും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ലേ ഏറ്റവും വലിയ പെറ്റ് അല്ലേ? ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂല്, എനിക്ക് പിന്നെ ഇന്റർവ്യൂ നല്ല, നമുക്ക് പേഴ്സണലി അല്ലാണ്ട് നല്ല പരിചയമുണ്ട്, ഇവരെ കുറിച്ച് അല്ലാതെ തന്നെ അറിയാം. എപ്പോഴും അതെ ചേച്ചിയാണ്. എന്താ ഞാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ചേച്ചിക്ക് അറിയോ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മൈച്ചേട്ടന്റെ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂവിനെക്കാട്ടിലും ഭയങ്കര റീച്ചും ഭയങ്കര പബ്ലിസിറ്റി ഈ ചേച്ചിക്കാണ്. സീക്രട്ട് ആണ് മനസ്സിലാവുന്നത്. രമേഷ് പിഷാരുടെയും ധർമ്മജനും പോലെയാ. അത് കലക്കിട്ടാ, അത് കലക്കി ശരിക്കും. അപ്പൊ ധർമ്മജൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, വരുമ്പോൾ ഭയങ്കര ക്ലിക്ക് ശരിക്കും കേട്ടോ. ഭയങ്കര ആ ഒരു ചേച്ചി പറയൂ അതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താണ്? എന്തായിരിക്കും മൈച്ചേട്ടാ? ഈ മൈച്ചേട്ട ഒരു ദിവസം എത്ര തവണ വിളിക്കും? എന്ത് ചോദിച്ചാലും എന്താ മൈച്ചേട്ട, എല്ലാം മൈച്ചേട്ടന്റെ അടുത്താ ഞാൻ ചോദ്യങ്ങളെല്ലാം. ഇവിടെ അത് നിങ്ങളുടെ പടമല്ലേ? അതൊക്കെ ഓരോ ആരാധകര് വരച്ചു വെച്ചിരിക്കുന്നത്. ചിലതിലൊക്കെ ഞങ്ങളെ പോലൊന്നും ഉണ്ടാവില്ല കേട്ടോ കാണാൻ. എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ അത് നിങ്ങളുടെ തന്നെയാണ്. ഇത് ചേച്ചിയുടെ, നിങ്ങൾ രണ്ടുപേരിലും ചേച്ചി വരയ്ക്കും അല്ലേ? ഞാൻ പറഞ്ഞു കോളേജ് വരെയൊക്കെ ചെറുതായിട്ട്. പക്ഷെ 2 കുട്ടികളും വരയ്ക്കും. ഞങ്ങക്ക് നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്നത് ഇതാ നമ്മുടെ മത്സ്യേട്ടന്റെ സ്വന്തം അമ്മയാണ്. ഞാൻ ഇത്ര നേരം കിച്ചണിലൊക്കെ നിന്ന് സംസാരിച്ചത്. നമുക്ക് അമ്മയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അമ്മ ഞാനിത് വെക്കുകയാണ്, മൈക്ക് വെക്കുക. നല്ല ചായ ആയിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ചായ. ഈ ദിവ്യ ചേച്ചി എങ്ങനെയുണ്ട് ചായ ഉണ്ടാക്കാൻ? അമ്മയുടെ അത്ര വരുമോ? പിന്നെ ചായ നല്ല ചായ ചേച്ചി, നല്ല ചായ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ചായ കൊടുത്താൽ ദിവ്യ ചേച്ചി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്താ? ദിവ്യ കറികളൊക്കെ നന്നായിട്ടുണ്ടാക്കും. പിന്നെ പ്രത്യേകിച്ച് പിറന്നാളൊക്കെ സദ്യ ഉണ്ടാക്കാൻ സദ്യയാണോ ദിവ്യ ചേച്ചിയുടെ? ചോദിച്ചോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് അമ്മ ഭയങ്കര കുക്കാ. എന്താ മൈച്ചേട്ടൻ പറയൂ, ദിവ്യ ചേച്ചിയുടെ ഏറ്റവും നല്ല ഡിഷ് എന്താ ഉണ്ടാക്കണേ? എനിക്ക് ദിവ്യ ഉണ്ടാക്കണതിൽ മോരുകറി ഇഷ്ടമാണ്, അവിയൽ ഇഷ്ടമാണ്, സാമ്പാർ. അമ്മ ഉണ്ടാക്കുന്നതിലോ? അമ്മ ഉണ്ടാക്കണതെല്ലാം ഇഷ്ടമാണ്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള പോലെ നല്ലൊരു മോഡുലർ കിച്ചൺ. സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഇതൊക്കെ, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും നല്ലൊരു കിച്ചൺ. നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഇതൊക്കെ ആൾക്കാർ അറിയണ്ടേ ഇതൊക്കെയാണെന്നുള്ളത്. എല്ലാവർക്കും വലിയൊരു ഇതാണ് മതിച്ചേട്ടായിരിക്കും കഴിക്കുന്ന ഭക്ഷണം, എങ്ങനെ ജീവിക്കുന്ന രീതിയൊക്കെ. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയണ്ടേ. നമ്മളെ പോലെ തന്നെ നല്ലൊരു സാധാരണ നല്ലൊരു ലവ്ലി ആയിട്ടുള്ള ഒരു കുടുംബം. ഇത് ഇവിടെ ഒരു വർക്ക് ഏരിയ. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അതെന്താ മനുഷ്യരുടെ ആനിമൽ? അത് അനിമലിന്റെ മലയാളത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്, മലയാളം വേർഷൻ. അപ്പൊ അവര് ടി സീരീസും അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ അവര് അയച്ചു തന്നതാ. ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു ആനിമൽ ഇതുമായിട്ട് മതിച്ചെന്ന് വിചാരിച്ചു. ഓക്കെ. ഇത് കഥകളിയൊക്കെ ഇഷ്ടമാണോ? പിന്നെ കാണാനൊക്കെ ഇഷ്ടംപോലെ. പണ്ട് കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ ഞാൻ പോയി കാണാറുണ്ട്. അപ്പൊ ഇപ്പോഴും പൂർണ്ണത്രേശിന്റെ അവിടെ ഉത്സവത്തിനൊക്കെ പോകാൻ പറ്റാറില്ല. പോണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാറില്ല ഇപ്പത്തെ ഒരു ഇതില്. ഇനി നമ്മൾ അവിടെ ഒരു ബെഡ്റൂം ആണ്. നമ്മള് ബെഡ്റൂമിലേക്കൊന്നും പോകുന്നില്ല, പ്രൈവറ്റ് ഒരു ഇത് അവിടെ ബെഡ്റൂം. ഇതെന്താ ചേച്ചി? അതൊരു വാഷ്റൂം ആണ്. ഓക്കെ. ഇവരാരൊക്കെ വന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അറിയാനായിട്ട് കംപ്ലീറ്റ്. ഓക്കെ. ഇവിടെയൊന്നും നിങ്ങൾ ഇരിക്കാറുണ്ടോ ടി വി കാണാൻ വേണ്ടി? അച്ഛന്റെ സീറ്റാ. ഓക്കെ. ചേച്ചിയുടെ അച്ഛനും അമ്മയും അമ്മയും ആണല്ലേ? ഓക്കെ. ഇത് ചേച്ചിയുടെ അമ്മ, എന്റെ അമ്മ. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഇരിക്കണം കാണാൻ. അതേപോലെ തന്നെ പകർത്തി വെച്ചിരിക്കണ പോലെ തന്നെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. ഈ ദിവ്യ ചേച്ചി എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്, അതിന്റെ സീക്രട്ട് എന്താ? അത് അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കട്ടെ. എപ്പോഴും ഇങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ? എന്താ നിവേദിത ചേച്ചിയും എനിക്കറിയാം. ചേച്ചി ദിവ്യ ചേച്ചി ചിരിക്കുന്നതിനെക്കാട്ടിലും ഫുൾ ടൈം ഈ ദിവ്യ ചേച്ചി കുറെ നോക്ക്, ഫുൾ ടൈം ഇങ്ങനെ ചിരിയാണ്. അത് എന്താ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അമ്മയുടെ തന്നെ ഒരു ഇതാണോ അതോ അച്ഛന്റെ ആണോ? ആരുടെ രീതിയാണ് കിട്ടിയിരിക്കുന്നത്? ചിരിക്കാറില്ല ഇല്ലേ? നമ്മള് ലേഡീസ് ആണല്ലേ കൂടുതൽ ചിരിച്ചോണ്ടിരിക്കണത്. ചേച്ചിയുടെ ദേഷ്യപ്പെട്ട ഒരു രൂപം അതെന്ന് പറയണത് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? വളരെ റയറാണ്.
ഓ ഓക്കെ, അത് ഞാൻ മധുചേട്ടന്റെ അടുത്ത് ചോദിക്കട്ടെ കാര്യം. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, പറയാൻ പറ്റൂല ആണല്ലേ? വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു അല്ലേ? ഓക്കെ, ചായ ഒക്കെ കുടിച്ചോ? ഓക്കെ, ഞങ്ങളെന്നാ ബാക്കി ഇതിലേക്ക് പോട്ടെ. ശരി കേട്ടോ അമ്മ, ടേക്ക് കെയർ, കാണാം. അപ്പൊ അത് അമ്മയുടെ മുറിയായിരുന്നു. അതിലേക്ക് പോവാം. മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ പരിചയപ്പെടുത്താൻ പ്രത്യേകം പേരുകളുടെയോ പാട്ടുകളുടെയോ ഒന്നും ആവശ്യമില്ല. ആ പേര് കേട്ടാൽ തന്നെ ഒരു 100 പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ സംഗീതം മാത്രമല്ല, വിശ്വാസം കൂടിയാണ്, അദ്ദേഹത്തിന്റെ കുടുംബം കൂടിയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു വിഷ്വലാണ് ഇപ്പോൾ വൈറലാകുന്നത്. ചെന്ന് കയറുമ്പോൾ തന്നെ ഗണപതി മുന്നിൽ നിൽക്കുന്ന ഒരു പൂജാമുറി, മനോഹരമായ ചുവപ്പും വെള്ളയും പൂക്കൾ കൊണ്ട് തുടക്കം തന്നെ അലങ്കരിച്ചിരിക്കുന്ന, നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു ഗണപതി. 2 വശത്തും മണികൾ കിലുക്കി ചെണ്ടയും മറ്റുമെല്ലാം തൂക്കി ഇട്ടിരിക്കുന്ന ഒരു മനോഹരമായ പൂജാമുറി. ഈ പൂജാമുറിയിൽ നിന്നാണ് മധു ബാലകൃഷ്ണൻ എന്ന ഗായകന്റെ ഐശ്വര്യം മുഴുവൻ വരുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. താൻ ഓരോ ഷൂട്ടിനും അല്ലെങ്കിൽ ഓരോ പരിപാടിക്കും, ഓരോ സംഗീത പരിപാടിക്കും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ദൈവികമായ സാധനങ്ങളെല്ലാം തന്റെ ഭാര്യയാണ് ആ വീടിനുള്ളിൽ അടുക്കും ചിട്ടയായിട്ടും വയ്ക്കുന്നത്. അവിടെ പത്മനാഭ സ്വാമിയുണ്ട്. നാഗൂർ പാപ്പ മുതൽ മാതാവും കൃഷ്ണനും ഗുരുവായൂരപ്പനും മഹാദേവനും ഗണപതിയും, അങ്ങനെ ആ പൂജാമുറിയിൽ ഇല്ലാത്തവരില്ല. കയറുമ്പോൾ തന്നെ ഓംകാരം കേൾക്കുന്നതും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. മധു ബാലകൃഷ്ണൻ എന്ന നടന്റെ മുഖത്തെ ചൈതന്യത്തിനും ആ പൂജാമുറി ഒരു കാരണം തന്നെയാണ്.